ബാംബു ട്രക്കിൻ്റെ തുടക്കം. ഇതിനെ നമ്മൾ മൗറിംഗ് ഹാങ് ട്രക്ക് എന്ന് വിളിക്കാറുണ്ട്. മേഘാലയയിലെ ഒരു ഫേമസ് ട്രക്കിംഗ് സ്പോട്ടാണിത്. ഇതാണ് നമ്മുടെ നാച്ചുറൽ ബാംബു ട്രക്ക്, വാക്കൻ വില്ലേജ്, മേഘാലയ. ഇതിനെ നമ്മൾ മൗറിംഗ് ഹാങ് ട്രക്ക് എന്നും പറയാറുണ്ട്. മൗറിംഗ് ഹാങ് എന്ന് പറയുന്നത് ആ വില്ലേജിൻ്റെ പേരാണ്. ഈ പേരുകളൊക്കെ പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന് പറയുന്നത് അത്ര എളുപ്പമല്ലാത്തതുകൊണ്ട് ഇതിനെ നമുക്ക് ബാംബു ട്രക്ക് എന്ന് വിളിക്കുന്നതായിരിക്കും എളുപ്പം. അപ്പോൾ ബാംബു ട്രക്ക് എന്നുള്ള വിളിപ്പേര് എന്തുകൊണ്ടാണ് വന്നതെന്നുള്ളത് ഈ ട്രക്ക് റൂട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പാറക്കെട്ടുകളുടെ സൈഡിൽ കൂടെ താഴെ കിഴക്കാൻ തൂക്കായിട്ടാണ് കിടക്കുന്നത്. സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം, നല്ല ആഴത്തിലാണ് താഴേക്ക് കിടക്കുന്നത്. അതിൻ്റെ മുകളിൽ പാറക്കെട്ടുകളുടെ സൈഡിൽ കൂടി മുളയിൽ ഇവിടുത്തെ ഗോത്രവർഗക്കാർ തീർത്തിരിക്കുന്ന വഴിയിലൂടെയുള്ള തീർത്ഥാടന യാത്രയാണ്. ഇതിനെ നമ്മൾ ഇംഗ്ലീഷ് ഭാഷയിൽ ട്രക്കിംഗ് എന്നൊക്കെ പറയാറുണ്ട്. എന്താണേലും മലയാളത്തിൽ നമുക്ക് ഇവനെ ഒരു തീർത്ഥയാത്ര എന്നൊക്കെ പറയാം. ചെയ്ത പാപങ്ങളൊക്കെ ഏറെക്കുറെയൊക്കെ പരിഹരിക്കപ്പെടും. മുളയേണി വഴിയൊക്കെ ഇറങ്ങി നമ്മൾ താഴേക്ക് വന്നു. ഇനി നമുക്ക് വീണ്ടും മുകളിലേക്ക് കയറേണ്ടതാണ്. ഈ കാണുന്ന വലിയ പാറയുടെ ഏറ്റവും മുകളിലാണ് നമുക്ക് എത്തേണ്ട സ്ഥലം. കാണുമ്പോൾ വളരെ തൊട്ടടുത്താണെങ്കിലും ഇനിയും നല്ല ദൂരം ഇങ്ങനെ വളഞ്ഞു കിടക്കുന്ന വഴിയിലൂടെ നടന്ന് വേണം അതിൻ്റെ മുകളിൽ ആ കാണുന്ന നല്ല ഉയരമുള്ള ഒരു പാറയാണ്. അതിൻ്റെ ഏറ്റവും മുകളിൽ അവിടെയാണ് നമുക്ക് എത്തേണ്ടത്. അങ്ങനെ നമ്മൾ ഈ ട്രക്കിങ്ങിൻ്റെ മൗറിംഗ് ഹാങ് ട്രക്കിങ്ങിൻ്റെ ഏറ്റവും അവസാന ഭാഗം എന്ന് പറയാവുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. പക്ഷെങ്കിൽ ഏറ്റവും അവസാന ഭാഗത്താണല്ലോ ചാലഞ്ചുകൾ ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത്. ഇതിപ്പോൾ നേരെ താഴേക്ക് ഇറങ്ങേണ്ട മുളയേണിയാണ്. അതിനുശേഷം അങ്ങ് താഴെ ദൂരത്ത് നമ്മളെ കാത്തിരിക്കുന്നത് അതിമനോഹരമായ ഒരു വെള്ളച്ചാട്ടവും അതിനോടനുബന്ധിച്ച അതിമനോഹരമായ കാഴ്ചകളുമാണ്. ആദ്യം നമുക്ക് വെള്ളച്ചാട്ടം ഒന്ന് സൂം ചെയ്ത് നോക്കാം. നല്ല ക്ലിയർ വെള്ളം. പണ്ട് കേരളത്തിൽ ഒഴുകിക്കൊണ്ടിരുന്ന നദികളും ഒക്കെ ഇങ്ങനെയുള്ളതായിരുന്നു. അതൊക്കെ നമ്മളായിട്ട് തന്നെ ഒരു പരുവത്തിലാക്കിയതിൽ നമുക്ക് അഭിമാനിച്ചുകൊണ്ട് ഈ ട്രക്കിൻ്റെ ഏറ്റവും അവസാനവും ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഘട്ടത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ആ പാറയുടെ ഏറ്റവും മുകളിലേക്ക് കയറേണ്ട ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പാറ എന്ന് പറയുന്നത് കുഞ്ഞു പാറയൊന്നുമല്ല. എനിക്ക് തോന്നുന്ന ഈ ഗോത്രത്തിൻ്റെ ഖൽസി ഗോത്രത്തിൻ്റെയോ മറ്റോ
തലവനെ വാഴിക്കുന്നത് ഈ പാറയുടെ മുകളിലോ മറ്റാണ്. അങ്ങനെ എന്തൊക്കെയോ കഥകളുണ്ട്. എന്താണേലും കഥകൾ നമുക്ക് പിന്നീട് ഗൂഗിളിനോടൊക്കെ ചോദിച്ച് കൂടുതൽ മനസ്സിലാക്കാം. അതിന് മുമ്പായിട്ട് ഈ കയറ്റം ആണ് നമുക്കിപ്പോൾ കണ്ട് ആസ്വദിക്കണം. കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്നു, മാനം കറന്നുകൊണ്ടിരിക്കുന്നു. കയറിക്കൊണ്ടിരിക്കുന്നവരെ കാണാൻ വളരെ ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കും. ഇതാണ് ആ കയറിപ്പോയ ഏണിയുടെ ഏകദേശം ഒരു ഉയരം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി മാത്രം കാണിക്കുന്നു. പാറയും മലയും ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ ഇരിക്കണം, എന്നാലേ കയറുന്നവർക്ക് ഒരു ചാലഞ്ചും ഒരു സാറ്റിസ്ഫാക്ഷനും ഒക്കെ ഉണ്ടാവും. ഈ പോറക്കെട്ടിൻ്റെ സൈഡിൽ ഘടിപ്പിച്ചിരിക്കുന്ന മുള കൊണ്ടുള്ള പാതയിൽ കൂടിയാണ് നമ്മൾ കയറി പോകേണ്ടത്. പോറക്കെട്ടിൻ്റെ സൈഡിൽ കണ്ടോ, ഇച്ചിരി കഷ്ടപ്പെട്ടാണ് അവർ ആ മുള നാട്ടിയിരിക്കുന്നത്. ഏതെങ്കിലും കാരണവശാൽ മുളങ്കാലൊരെണ്ണം തെന്നിയാൽ താഴേക്ക് ഇങ്ങനെ കിടക്കുവാണ്, അഗാധമായ ഗർത്തം എന്നൊക്കെ പറയുന്ന പോലെ.